ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത്തവണ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ അമേരിക്കയിലേക്ക് വരുന്നു. അല്ലടാ, ചേട്ടൻ എവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട്? ചേട്ടൻ ഇവിടെ വണ്ടി ഓടിച്ചു ജീവിച്ചു കൊടുക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ചേട്ടൻ എന്ത് പറയുന്നു? നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് നമ്മുടെ അപ്പനും അമ്മയൊക്കെ മരിച്ചത്. പിന്നെ നമ്മുടെ അപ്പനും അമ്മയും എല്ലാം ചേട്ടനല്ലായിരുന്നോടാ. നമുക്കെല്ലാം നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിപ്പിച്ചു. പാവം സ്വന്തം കല്യാണം മാത്രം മറന്നു പോയത്. നിന്നെ അമേരിക്കയിലേക്ക് വിട്ടത് ഈ വീട് പണയം വെച്ചും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആരുടെയോ കയ്യിൽ നിന്ന് കാശും മേടിച്ചുമാണ് ഇതൊക്കെ ചെയ്തത്. എന്റെ പൊന്നു മോൻ, ഇതൊക്കെ ഒന്ന് ഓർക്ക്. അതൊക്കെ പിന്നെ തിരിച്ചു കൊടുത്താ പോരെ? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ നിങ്ങൾക്കൊക്കെ വിസ ശരിയാക്കിയത്. എടാ, അതിന് ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ചേട്ടന് വിട്ടുപോകാൻ ഒരു മടി. എന്നാ പിന്നെ നിങ്ങൾ ചേട്ടനെ നോക്കി കഷ്ടപ്പെട്ട് ഇവിടുത്തെ നിന്ന് ചിരിച്ചോ. ഈ കൈയും കാലും വയ്യാത്ത ചേട്ടനൊന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വയ്യ. പിന്നെ അത് മാത്രല്ല, പെണ്ണും പിടക്കോയൊന്നും ഇല്ലല്ലോ. ചേട്ടൻ ഇവിടെ തന്നെ ജീവിച്ചു പോയിക്കോളൂ. നീ പേടിക്കണ്ട പിന്നു, ഞാൻ അമേരിക്കയിലേക്കൊന്നും വരുന്നില്ലടാ. അല്ലേട്ടാ, ഞങ്ങള് പറയായിരുന്നു എല്ലാരും അങ്ങ് പോയാ പിന്നെ ചേട്ടന്റെ കാര്യം എങ്ങനെയാ? എടി മിനി, നീ എന്ത് മണ്ടത്തരം പറഞ്ഞേ? ഈ പ്രശ്നം എന്റെ പ്രശ്നം മാത്രമാണോ? നിങ്ങൾ ഓരോരുത്തരും ഇത് ചിന്തിച്ചാൽ നല്ലത്. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല കേട്ടോ. മോനെ ഉണ്ണി, കുട്ടികളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. അമേരിക്ക എന്ന് കേട്ടാൽ തന്നെ അവർ ആകെ ഒരു ത്രില്ലിലാണ്. അതിനിടയിൽ അവർക്കെന്റെ അമ്മാവൻ. ദിനു അവിടെ നിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് വഴക്ക് പറയുകയും ശാസിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യം നിനക്ക് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചങ്കായിട്ടുള്ള കൂട്ടുകാരെ ഇന്ന് ജയിലിൽ കിടക്കുക. നീ ഇന്ന് ഈ നിലയിലെത്താനുള്ള കാരണം എന്താണെന്നറിയാമോ? അന്ന് ഞാൻ തന്ന അടിയാടാ. ചേട്ടാ,